ഇത് കണ്ടോ, ഇത് കൊക്കോയുടെ ഇലയാണ്. കൊക്കോയ്ക്ക് ധാരാളം ഇലയാണ്. മറ്റു മരങ്ങളെ അപേക്ഷിച്ച് ഇതിൻ്റെ കൊമ്പുകളിലൊക്കെ ഇഷ്ടം പോലെ ഇലകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഞാൻ ഈ ഇലകൾ കൊണ്ട് എന്തെങ്കിലും ഉപയോഗമുണ്ടോ, അല്ലെങ്കിൽ ഇലകളിൽ എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ, മനുഷ്യന് ഉപയോഗപ്രദമായിട്ട് വരുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ ആ ഗൂഗിളിൽ അതിന് പ്രകാരമാണ് ഞാൻ പറയുന്നത്. ഇത് ആരും ഉപയോഗിച്ച് ഞാൻ പറയുന്നത് കേട്ട് ഇതിൻ്റെ ബെനിഫിറ്റ്സ് അറിയാൻ വേണ്ടി ഉപയോഗിക്കേണ്ട. പക്ഷേ ഇതിൻ്റെ ബെനിഫിറ്റ് ഞാൻ പറയാൻ വേണ്ടി, അതായത് ഗൂഗിളിൽ കാണുന്ന ബെനിഫിറ്റ് ഒന്ന് ഞാൻ പറയുന്നതാണ്. ഈ ഇലകളിൽ ധാരാളം കഫെയിൻ അടങ്ങിയിട്ടുണ്ട്. അതായത് കൊക്കോയുടെ എല്ലാ ഭാഗത്തും കഫെയിൻ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു മെഡിസിനലായിട്ട്, അതായത് പിന്നെ ഔഷധമായിട്ട് പാരമ്പര്യ വൈദ്യം എന്ന ഇതുണ്ടല്ലോ, പാരമ്പര്യ വൈദ്യം, അതിൽ ഈ നാട്ടിലല്ല പല നാടുകളിലും പാരമ്പര്യമായിട്ട് ചില അസുഖങ്ങൾക്ക് ചികിത്സിക്കാനായിട്ട് ഇതിൻ്റെ ഇലകൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതായത് ചില സ്ഥലങ്ങളിലാണെങ്കിൽ ഈ പനി, അതുപോലെ വയറുവേദന, ചുമ, ഇവയ്ക്കൊക്കെ ഇത് മെഡിസിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിന് നമ്മുടെ ഈ നെർവ് സിസ്റ്റം ഉണ്ടല്ലോ, നെർവ് സ്റ്റിമുലേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ കുറയ്ക്കാനും സ്കിൻ ഡാമേജൊക്കെ തടയുന്നതിന് വേണ്ടിയിട്ടും ഇത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. അതുപോലെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, ന്യൂറോ സംബന്ധമായ അസുഖങ്ങൾ, പിന്നെ ചില ടൈപ്പ് ക്യാൻസറിനെ വരെ ചെറുക്കാൻ കഴിവുണ്ട് ഇതിൻ്റെ പല ഘടകങ്ങളും എന്ന് പിന്നെ പഠനങ്ങളിൽ പറയുന്നതായി നമ്മുടെ നെറ്റിൽ, അതായത് ഗൂഗിളിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന് പിന്നെ പക്ഷേ ഞാൻ പരീക്ഷിച്ച് അറിഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത്, ഇതിൻ്റെ ഇല നമ്മൾ ഉണക്കി ചായപ്പൊടിയായിട്ട് ചേർത്ത് ചായയിട്ട് കുടിക്കുകയാണെങ്കിൽ അത് നല്ലൊരു ഉന്മേഷത്തിനൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ നല്ലൊരു മണവും കിട്ടും. ഇത് ഇലകൾ ധാരാളം ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തിന് പല ഭാഗങ്ങളിലും ദോഷം ചെയ്യുമെന്നൊക്കെയാണ് മറ്റു പഠനങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ചെറിയ രീതിയിലൊക്കെ വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കാമെന്നുള്ളതേ ഉള്ളൂ. ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങളാരും പനിക്കും ജലദോഷത്തിനും ഒന്നും ഇതെടുത്ത് വെച്ച് ഉപയോഗിക്കേണ്ട. പക്ഷേങ്കിൽ ഇതിൽ ഈ ഇല നമുക്ക് ഉപയോഗപ്പെടുത്തിയെടുത്ത്, അല്ലെങ്കിൽ പഠനങ്ങൾ വഴി അല്ലെങ്കിൽ റിസർച്ച് വഴി ഇതിൻ്റെ ഇലകളിലെ ഗുണമേന്മകൾ നമ്മൾ പിന്നെ ഉപയോഗപ്പെടുത്തിയാൽ എനിക്ക് തോന്നുന്നു കുറേയേറെ അസുഖങ്ങൾക്കൊക്കെ ഇത് ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ധാരാളം പിന്നെ കഫെയിൻ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അമിതമായ ഉപയോഗം നമ്മുടെ ശരീരത്തെ ദോഷകരമായി ബാധിക്കുമെന്നും അതിൽ പറയുന്നുണ്ട്.